إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن أصدق الحديث كتاب الله وأحسن السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, ലോകരക്ഷിതാവായ അള്ളാഹുവിനെ സൂക്ഷിച്ച് അള്ളാഹുവിന്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിന്റെ എല്ലാ സമയത്തിലും സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് തഖ്വയോടുകൂടി സൂക്ഷ്മതാബോധത്തോടുകൂടി ജീവിക്കണേ എന്ന് എന്നെ മറക്കാതെ തന്നെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അവന്റെ സജ്ജനങ്ങളിൽ, മുത്തഖീങ്ങളിൽ, സ്വർഗം അനന്തരമെടുക്കുന്ന മഹാഭാഗ്യവാന്മാരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. മഹാനായ നൂഹ് അലൈഹിസ്സലാമയുടെ ഒരു വസിയത്ത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസുകളിൽ കാണാൻ സാധിക്കും. പൊതുവിൽ പ്രവാചകന്മാരുടെ ചരിത്രം നമ്മൾ വായിക്കുമ്പോൾ, പഠിക്കുമ്പോൾ, ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരുമ്പോൾ പൂർവികരായ സച്ചരിതരുടെ ചരിത്രങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ അവരൊക്കെ ജീവിതത്തിന്റെ അവസാന നിമിഷങ്ങളിൽ ചില പ്രധാനപ്പെട്ട വസീയത്തുകൾ തങ്ങളുടെ മക്കൾക്ക് നൽകിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇപ്പൊ യാക്കൂബ് അലൈഹിസ്സലാമയുടെ ചരിത്രം സൂറത്തുൽ ബഖറയിൽ അല്ലാഹു പറയുന്നുണ്ട്, അം കുൻതും ശുഹദാ ഇദ് ഹളറ യഅഖൂബൽ മൗത്ത് ഇദ് ഖാല ലിബനീഹി മാ തഅബുദൂന മിൻ ബഅദി. യാക്കൂബ് അലൈഹിസ്സലാമക്ക് മരണം ആസന്നമായപ്പോൾ തന്റെ മക്കളെ വിളിച്ചു ചോദിച്ചു, നിങ്ങൾ എനിക്ക് ശേഷം ആരെയാണ് ആരാധിക്കുക? ഒരു വസിയത്ത് തന്റെ മക്കൾക്ക് നൽകുകയാണ്. മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിന്റെ അവസാന സമയത്ത് പ്രവാചകൻ സംസാരിച്ചത് പ്രവാചകന്റെ 8ഓളം വസീയത്തുകളായി രേഖപ്പെടുത്തപ്പെട്ടത് കാണാൻ കഴിയും. നമസ്കാരത്തെക്കുറിച്ച്, സ്ത്രീകളെക്കുറിച്ച്, പിന്നെ ഖബറുകൾ ആരാധിക്കപ്പെടുന്നതിനെ സംബന്ധിച്ചൊക്കെ പ്രവാചകൻ സംസാരിച്ചു എന്ന് കാണാൻ കഴിയും. വളരെ നേരത്തെ വസീയത്തുകൾ നൽകുകയും അത് രേഖപ്പെടുത്തപ്പെടുകയും ചെയ്ത ധാരാളം ആളുകളുണ്ട്. ഇവിടെ നൂഹ് അലൈഹിസ്സലാമയുടെ വസീയത്ത് പ്രവാചകന്റെ അടുക്കലേക്ക് മറ്റൊരു ഗോത്രത്തിൽ നിന്ന് ഒരാൾ വന്ന സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയുകയാണ്, പ്രവാചകൻ വിശദീകരിക്കുകയാണ്. എന്താണ് പറയുന്നത്? ഇന്ന നബിയല്ലാഹി നൂഹൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, അള്ളാഹുവിന്റെ പ്രവാചകനായ നൂഹ് അലൈഹിസ്സലാം, ലമ്മ ഹളറത്തുഹുൽ വഫാത്ത്, ആ പ്രവാചകന് മരണം ആസന്നമായപ്പോൾ ഖാല ലി ഇബ്നിഹി, തന്റെ മകനോട് പറഞ്ഞു, ഇന്നി ഖാസുൻ അലൈക്കൽ വസിയ്യ, ഞാൻ നിനക്കൊരു വസിയ്യത്ത് പറഞ്ഞു തരികയാണ്. അമുറുക ബി ഇസ്നതൈൻ, 2 കാര്യങ്ങൾ നിന്നോട് ഞാൻ കൽപ്പിക്കുന്നു. നൂഹ് നബിയുടെ വസിയ്യത്ത് എന്താണ്? 2 കാര്യങ്ങൾ ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. പിന്നെയോ വഅൻഹാക അൻ ഇസ്നതൈൻ, 2 കാര്യങ്ങൾ ഞാൻ നിന്നോട് നിരോധിക്കുന്നു. 2 കാര്യങ്ങൾ എനിക്ക് നിന്നോട് കൽപ്പിക്കാനുണ്ട്, 2 കാര്യങ്ങൾ നിന്നോട് വിലക്കാനുണ്ട്, നിരോധിക്കാനുണ്ട്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു, അമുറുക ബിലാ ഇലാഹ ഇല്ലല്ലാഹ്, എനിക്ക് നിന്നോട് കൽപ്പിക്കാനുള്ള 1ാമത്തെ കാര്യം അതെന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം വിശദീകരിച്ചു. ഫഇന്ന സമാവാതി സബ്അ വൽ അർളീന സബ്അ, 7 ആകാശങ്ങളും 7 ഭൂമികളും
ലൗ വുദിഅന ഫീ കിഫത്തിൻ, ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചു, വവുദിഅത് ലാ ഇലാഹ ഇല്ലല്ലാഹ് ഫീ കിഫത്തിൻ ലറജഹത് ബിഹിൻ, ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിലും വെച്ചാൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ തട്ട് താഴ്ന്നിരിക്കും എന്ന് നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം പറഞ്ഞു. നോക്കൂ, ഏതൊരു പ്രവാചകനും ഏറെ ഗൗരവത്തോടു കൂടി പഠിപ്പിച്ച സംഗതി ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നമുക്കത് കൂടുതൽ വിശദീകരിക്കേണ്ടതില്ലാത്ത വിധം അതിന്റെ പ്രാധാന്യത്തെക്കുറിച്ച് ബോധവാന്മാരാണ് നമ്മളെല്ലാവരും. നമുക്കതിനെ കുറിച്ച് ബോധ്യമുണ്ട്. അല്ലെ, ഇസ്ലാമിന്റെ ആണിക്കല്ല്, മൂലക്കല്ല് എന്നൊക്കെ പറയുന്നത് എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ഇതര മതങ്ങളിൽ നിന്ന് ഇസ്ലാമിനുള്ള കാതലായ വ്യത്യാസം എന്താണ്? ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്. നോക്കൂ, ഇതിന്റെ മഹത്വം പറയുന്നിടത്ത് പ്രവാചകന്മാർ, പണ്ഡിതന്മാർ പറയുന്നത് ഇങ്ങനെ കാണാൻ സാധിക്കും. എന്താണ്? ഉർസിലത്തുർ റുസുലു ലിഅജ്ലിഹാ വഉൻസിലത്തിൽ കുതുബു ലിഅജ്ലിഹാ വഖുലിഖത്തിൽ ജാന്നു വൽ ഇൻസു ലിഅജ്ലിഹാ വഖുലിഖത്തിൽ ജന്നത്തു വന്നാറു ലിഅജ്ലിഹാ. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് 1,00,000-ലധികം വരുന്ന പ്രവാചകന്മാർ നിയോഗിതരായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് വേദഗ്രന്ഥങ്ങൾ, കിതാബുകൾ അവതീർണമായത്. ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് ജിന്നുകളെയും മനുഷ്യരെയും അല്ലാഹു സൃഷ്ടിച്ചത്. വമാ ഖലഖതുൽ ജിന്ന വൽ ഇൻസ ഇല്ലാ ലിയഅ്ബുദൂൻ, എന്നെ മാത്രം ആരാധിക്കാൻ വേണ്ടിയല്ലാതെ ജിന്നുകളെയും മനുഷ്യരെയും നാം സൃഷ്ടിച്ചിട്ടില്ല. സ്വർഗം സംവിധാനിച്ചത്, നരകം സംവിധാനിച്ചതെല്ലാം ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്ക് വേണ്ടിയാണ് എന്ന് ആ ആയത്തുകളുടെ തെളിവുകൾ ഉദ്ധരിച്ചുകൊണ്ട് പണ്ഡിതന്മാർ വിശദീകരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏറ്റവും ഗൗരവമുള്ള ഇസ്ലാമിലെ ഒരു മുസ്ലിം ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കേണ്ട സംഗതി എന്താണെന്ന് ചോദിച്ചാൽ ഒരു സംശയമില്ലാണ് നമുക്ക് പറയാൻ സാധിക്കും, ലാ ഇലാഹ ഇല്ലല്ലാഹ്ക്കാണ്. എന്താണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്? നമ്മള് പലപ്പോഴും പറഞ്ഞു പഠിക്കാറുണ്ട്. ഒരു നഫിയും ഒരു ഇസ്ബാത്തുമാണ് ലാ ഇലാഹ. ഒരു നിഷേധവും ഒരു സ്ഥാപിക്കലുമാണ്. ലാ ഇലാഹ, ഒരാരാധ്യനുമില്ല. ആദ്യം നിഷേധമാണ് ലാ ഇലാഹ ഇല്ലല്ലാഹിലുള്ളത്. ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ, അല്ലാഹുവിന്റെ ആരാധനക്ക് അർഹൻ എന്നതിന് സ്ഥാപിക്കുകയാണ്. അല്ലെ, അല്ലാഹു അല്ലാതെ ഒരാരാധ്യനുമില്ല എന്നതുകൊണ്ട് എന്താ അർത്ഥമാക്കുന്നത്? ഇവിടെ ആരാധിക്കപ്പെടുന്ന കുറെ വസ്തുക്കളുണ്ട്, വ്യക്തികളുണ്ട്, ആൾ ദൈവങ്ങളുണ്ട്, മഹാത്മാക്കളുണ്ട്. അല്ലെ, ഈസാ നബി ആരാധിക്കുന്നവരുണ്ട്, മറിയം ബീവി ആരാധിക്കുന്നവരുണ്ട്, കല്ലിനെ ആരാധിക്കുന്നവരുണ്ട്, മരങ്ങൾ ആരാധിക്കുന്നവരുണ്ട്, വിഗ്രഹങ്ങൾ ആരാധിക്കുന്നവരുണ്ട്, സൂര്യനെ, ചന്ദ്രനെ, രാവിനെ, പകലിനെ, വെളിച്ചത്തെ, തീയിനെ, വെള്ളത്തിനെ, എന്തിനൊക്കെ ആരാധിക്കുന്ന മനുഷ്യന്മാരുണ്ട്. എന്നിട്ടും എന്തുകൊണ്ടാ അല്ലാതെ ഒരാരാധ്യനും ഇല്ല എന്ന് പറഞ്ഞത്? ലാ മഅബൂദ ബിഹഖ്ഖിൻ ഇല്ലല്ലാഹ്, യഥാർത്ഥത്തിൽ ആരാധനക്ക് അർഹനായിട്ടുള്ളവൻ അല്ലാഹു മാത്രമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയം. ആരാധനക്ക് അർഹനായിട്ടുള്ളത് ആര് മാത്രമാണ്? അല്ലാഹു മാത്രമാണ്. അതാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത്. ഇസ്ലാമിന്റെ അടിത്തറ അതാണ്. ഒരു വിശ്വാസി വിശ്വാസിയാകുന്നത്, ഒരു മുസ്ലിം മുസ്ലിമാകുന്നത്, ഒരു മുഅ്മിൻ മുഅ്മിനാകുന്നത് ഈ വിശ്വാസം രൂഢമൂലമാകുമ്പോഴാണ്. കേവലം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് പറയുമ്പോഴല്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് നാവുകൊണ്ട് ഉച്ചരിക്കുന്നത് കൊണ്ടല്ല ഒരാൾ മുസ്ലിം ആകുന്നത്. നാവുകൊണ്ട് ഉച്ചരിക്കുക എന്നത് വിശ്വാസത്തിലേക്ക് പ്രവേശിക്കുന്നതിന്റെ ഭാഗമാണ്. എന്നാൽ അതിന്റെ ഉറച്ച വിശ്വാസം അയാളുടെ ഉള്ളിൽ ഉണ്ടാകണം. ആ വിശ്വാസം അനുസരിച്ചുള്ള ഒരു ജീവിതം അയാളുടെ ഉള്ളിൽ ഉണ്ടാകണം. ഷെയ്ഖ് അബ്ദുൽ ഖാദർ, മുഹയ്യിദ്ദീൻ അബ്ദുൽ ഖാദർ അൽ ജീലാനി പറയുന്നതായി അദ്ദേഹത്തിന്റെ ഒരു വാചകം പലപ്പോഴും നമ്മൾ കേൾക്കാറുണ്ട്. കൈഫ തഖൂലു ലാ ഇലാഹ ഇല്ലല്ലാഹ്, നിനക്ക് എങ്ങനെയാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ പറ്റുക? വഫീ ഖൽബിക കം ഇലാഹ്, നിന്റെ മനസ്സിൽ എത്ര ആരാധ്യന്മാരാണ്. അപ്പൊ തൊണ്ട വിട്ട് താഴേക്ക് ഇറങ്ങാത്ത ഒരു ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല മുസ്ലിമിന് ഉണ്ടാകേണ്ടത്. ലാ ഇലാഹ ഇല്ലല്ലാഹ് പലതവണ ഒരു ദിവസം 10, 100, 200, 1000 തവണ പറയും. പക്ഷേ അയാളുടെ ആരാധനകൾ അല്ലാഹു അല്ലാത്തവരിലേക്ക് പോകുന്നുണ്ടെങ്കിൽ അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നത് എങ്ങനെ ശരിയാകുമെന്ന് പ്രമാണങ്ങൾ വെച്ച് വിശദീകരിക്കുന്നിടത്ത് പണ്ഡിതന്മാർ പറയാറുണ്ട് 8 ഷർത്തുകൾ ഉണ്ട്. നിസ്കാരത്തിന്റെ ഷർത്ത് കേട്ടിട്ടില്ലേ?
നോമ്പിന്റെ സക്കാത്തിന്റെ ഹജ്ജിന്റെ ശുറൂത്തുകൾ പഠിച്ചിട്ടില്ലേ? ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഷർത്തുകൾ നമ്മൾ കേട്ടിട്ടുണ്ടോ? 8 ഷർത്തുകൾ. ഞാനത് വിശദീകരിക്കാനല്ല ഈ സമയം ഉപയോഗിക്കുന്നത്. 8 ഷർത്തുകൾ യോജിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുമ്പോഴാണ് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകാനാണ്. ആ 8 ഷർത്തുകളെ നമ്മൾ ഒറ്റ വാക്കിലേക്ക് ചുരുക്കി പറഞ്ഞാൽ എന്താണ്? അത് ലാ ഇലാഹ ഇല്ലല്ലാഹ് മനസ്സിലാക്കി അത് ഉൾക്കൊണ്ട് ആ വിശ്വാസം മനസ്സിൽ ഉറപ്പിച്ച് അതനുസരിച്ച് പ്രവർത്തിക്കുക കൂടി ചെയ്യുമ്പോഴാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നത്. അതാണ് മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് മൻ കാന ആഖിറ ഖൗലിഹി ലാ ഇലാഹ ഇല്ലല്ലാഹ് ദഖലൽ ജന്ന. അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ആയാൽ സ്വർഗ്ഗം കിട്ടും. മൻ ഖാല ലാ ഇലാഹ ഇല്ലല്ലാഹ് യബ്തഗി ബിഹാ വജ്ഹല്ലാഹ്, അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ചുകൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാൽ സ്വർഗത്തിൽ പോകുമെന്നൊക്കെ പഠിപ്പിക്കുമ്പോഴും ഈ വിശ്വാസം മനസ്സിലുണ്ടാകണം. തൊണ്ട വിട്ട് താഴേക്ക് ഇറങ്ങാത്ത ലാ ഇലാഹ ഇല്ലല്ലാഹ് കൊണ്ട് ഒരു ഫലവുമില്ല. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ആശയവും ആദർശവും നമ്മുടെ ജീവിതത്തിലുണ്ടോ എന്ന് നമ്മൾ ശരിക്ക് പരിശോധിക്കേണ്ടതുണ്ട്. എല്ലാ ഇബാദത്തുകളും അല്ലാഹുവിന് മാത്രമേ ആകാവൂ എന്നാണ് ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ താല്പര്യം. ആ ഭാഗം വിശദീകരിച്ചു പറയാൻ ഉദ്ദേശിക്കും. 1-2 ഉദാഹരണങ്ങൾ പറയാം. നോക്കൂ, ഒന്ന് പ്രാർത്ഥനയാണ്. പ്രവാചകൻ പഠിപ്പിച്ചു അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥന ആരാധനയാണ്. അതുകൊണ്ട് ഒരു വിശ്വാസിയിൽ നിന്ന് ഉയരേണ്ട എല്ലാ പ്രാർത്ഥനകളും അത് ആരാധനയായതുകൊണ്ട് അല്ലാഹുവിന് മാത്രമേ ആകാവൂ. സഹായാർത്ഥന ആരാധനയാണ്, ഇബാദത്താണ്. എല്ലാ ഇസ്തിഗാസകളും എല്ലാ സഹായ തേട്ടങ്ങളും അല്ലാഹുവിനോട് മാത്രമേ ആകാവൂ. അത് ഇബാദത്തായതുകൊണ്ട് നമസ്കാരം ഇബാദത്താണ്, സുജൂദ് ഇബാദത്താണ്, റുക്കൂഅ ഇബാദത്താണ്. അതൊക്കെ അല്ലാഹുവിന് മാത്രമേ ആകാവൂ. ഒരു ഖബറിന്റെ മുന്നിൽ, ഒരു വിഗ്രഹത്തിന്റെ മുന്നിൽ, ഒരു ജാറത്തിന്റെ മുന്നിൽ, ഒരു കല്ലിന്റെ മുന്നിൽ, ഒരു മനുഷ്യന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ പാടില്ല. അത് ഇബാദത്താണ്, അല്ലാഹുവിന് മാത്രമേ നൽകാൻ പാടുള്ളൂ. ഭയം ഇബാദത്തായി മാറും, പ്രതീക്ഷ ഇബാദത്തായി മാറും, സ്നേഹം ഇബാദത്തായി മാറും. എപ്പോഴാണ് ഒരാളുടെ ഭയം ഇബാദത്താവുക? ഒരു സാധാരണ ഒരു വിശ്വാസമൊന്നുമില്ല, പ്രത്യേകിച്ച് വിശ്വാസമൊന്നുമില്ല. അപ്പോ ഒരു ഉദാഹരണം പറയാണ്. ഒരാൾ പാമ്പിനെ പേടിക്കുന്നു. പാമ്പ് കടിച്ചാൽ അതിന്റെ വിഷം തീണ്ടി ഞാൻ മരിച്ചു പോകും എന്ന ഒരു വിശ്വാസത്തോടുകൂടി അയാള് ഒരു പാമ്പിനെ പേടിച്ചാൽ പേടി ഇബാദത്തല്ല, അത് സാധാരണ ഈ പ്രപഞ്ചത്തിൽ നടക്കുന്ന ഒരു സംഗതിയാണ്. അള്ളാഹുടെ സംവിധാനിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്. പാമ്പിൽ വിഷമുണ്ട്, അത് കടിച്ചാൽ മനുഷ്യന്റെ നാഡീവ്യൂഹങ്ങളെ ബാധിക്കും, മനുഷ്യൻ മരണത്തിന് കാരണമാകും. എന്നാൽ വേറെ ഒരാള് ഒരു പാമ്പിനെ കണ്ടപ്പോ അതിനെ തല്ലാൻ പേടിച്ചു നിൽക്കുക. എന്താ, ഈ പാമ്പിനെ ഞാൻ കൊന്നാൽ എന്റെ ഭാര്യ, അങ്ങനെ വിശ്വസിക്കുന്ന ആളുകൾ, എന്റെ ഭാര്യ പ്രഗ്നന്റ് ആണ്, അവൾക്ക് എന്തെങ്കിലും സംഭവിക്കുക, കുട്ടി മരിച്ചു പോകും, അല്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറെ എന്തെങ്കിലും ഒരു ഐശ്വര്യം നഷ്ടപ്പെട്ടു പോകും. അങ്ങനത്തെ ഒരു സംഗതി ഒരു പാമ്പിനുണ്ടോ? അങ്ങനത്തെ ഒരു മറഞ്ഞ വഴിയിലൂടെ, പ്രത്യേകിച്ച് നേർക്ക് നേരെ, നമ്മൾ പറഞ്ഞല്ലേ പാമ്പ് കടിച്ച നാഡീവ്യൂഹങ്ങളിൽ വിഷമെത്തി മരിക്കുക എന്ന ഒരു കാര്യകാരണം അല്ലാഹു ഈ പ്രപഞ്ചത്തിൽ സംവിധാനിച്ചിട്ടുണ്ട്. അതനുസരിച്ച് മരിക്കുമെന്ന വിശ്വാസം അത് ഒരു സാധാരണ സ്വാഭാവികമായി സംഭവിക്കുന്നതാണ്. എന്നാൽ പാമ്പു കടിക്കാതെ, തന്റെ നാഡീവ്യൂഹത്തെ അതിന്റെ വിഷം തീണ്ടാതെ മറ്റേതൊക്കെയോ ഒരു വഴിക്ക്, ഒരു ദൈവീകമായ, ഒരു അവ്യക്തമായ ഒരു രൂപത്തിൽ അതെന്നെ ബാധിക്കും. അങ്ങനെ മനുഷ്യന് നന്മയും തിന്മയും നൽകാൻ അല്ലാഹുവിന് മാത്രമേ കഴിയൂ. ആ ഭയം അല്ലാഹുവിനോട് മാത്രമേ ഉണ്ടാകാൻ പാടുള്ളൂ. അങ്ങനെ ഒരു പാമ്പിനെ ഭയന്നാൽ അയാൾ എന്തായി? ശിർക്കാണ് ചെയ്യുന്നത്. ഇബാദത്ത് ആ സർപ്പത്തിനാണ് അയാൾ നൽകുന്നത്. ഇബാദത്ത് ആ സർപ്പത്തിനാണ് അയാൾ, ആ പാമ്പിനാണ് അയാൾ നൽകുന്നത്. ഭയം ഇബാദത്തായി മാറും, സ്നേഹം ഇബാദത്തായി മാറും. അല്ലേ? നോക്കൂ നിങ്ങൾ, തന്റെ മാതാവിനെ, തന്റെ പിതാവിനെ സ്നേഹം കൊണ്ടൊരാൾ കെട്ടിപ്പിടിക്കുന്നു, അയാൾ ചുംബിക്കുന്നു. തന്റെ ഗുരുനാഥനെ ഒരാൾ ആദരിക്കുന്നു, ബഹുമാനിക്കുന്നു. അതെന്താണ്? തനിക്ക് അറിവ് പഠിപ്പിച്ചു തന്ന ആൾക്ക് നൽകുന്ന ഒരു ആദരവാണ്. ആ ആദരവോ സ്നേഹമോ ബഹുമാനമോ ഒന്നും ഇബാദത്തല്ല. എന്നാൽ മറിച്ച് വേറെ ഒരാളെ കൈയൊന്ന് ചുംബിച്ചാൽ എന്റെ ജീവിതത്തിൽ മറ്റെന്തൊക്കെയോ, ഒരു മനുഷ്യൻ സാധാരണഗതിയിൽ ചെയ്യുന്നതല്ലാത്ത എന്തൊക്കെയോ ചില ഐശ്വര്യങ്ങൾ എനിക്ക് വരും, ഒരു ബറക്കത്ത് എനിക്ക് ലഭിക്കും. ഒരാളെ ഞാൻ ബഹുമാനിച്ചാൽ അതെന്റെ ജീവിതത്തിൽ ഐശ്വര്യം ഉണ്ടാകാൻ കാരണമാകും. ഒരാളുടെ കാൽക്ക് ഞാൻ തൊട്ടാൽ അതെനിക്ക് വേറെ ഏതൊക്കെയോ നിലയ്ക്ക് ചില അനുഗ്രഹങ്ങൾ ലഭിക്കാൻ കാരണമാകുമെന്ന
കണ്ടോ, സ്നേഹം ഇബാദത്താണ്. അത് ഒരു സാധാരണഗതിയിലുള്ളതല്ലാത്ത ഒരു വിശ്വാസത്തോടു കൂടിയാകുമ്പോ അത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ. നമ്മുടെ ഇബാദത്തിന്റെ എല്ലാ തലങ്ങളും റബ്ബിന് മാത്രം നൽകുമ്പോഴാണ് ഒരാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാകുന്നത്. അതല്ലാത്ത പക്ഷം ഒരു ദിവസം 1000 കോടി തവണ ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ചാലും അയാളുടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ശരിയാവുകയില്ല എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇസ്ലാം അതിന് നൽകുന്ന മഹത്വമാണ്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം തന്റെ ആ ഒരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നത്, ആകാശങ്ങളേഴും ഭൂമികളേഴും ഒരു തുലാസിന്റെ ഒരു തട്ടിൽ വെച്ചാൽ ആകാശത്തിന്റെ വലുപ്പത്തെ കുറിച്ച് മഹാനായ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു വിശദീകരിക്കുന്ന ഒരു വാചകം നമുക്ക് കാണാൻ കഴിയും. അദ്ദേഹം പറയാണ്, മാ ബൈനസ് സമാഇദ് ദുനിയ വല്ലതി തലിഹാ മസീറത്തു 500 ആം. ഒന്നാനാകാശവും രണ്ടാനാകാശവും തമ്മിലുള്ള വിടവ്, അകലമെന്ന് പറയുന്നത് ഒരു മനുഷ്യന് 500 കൊല്ലം സഞ്ചരിക്കാവുന്ന ദൂരമാണെന്നാണ്. അത്രയധികം, ഒരുപക്ഷെ 500 കൊല്ലം എന്നാ കണക്ക് അക്ഷരാർത്ഥത്തിൽ ആ നമ്പറാണോ അല്ലേ നമുക്കറിയില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല ആലം. എന്തായിരുന്നാലും അത്രയധികം അകലമുണ്ട് രണ്ടാകാശങ്ങൾക്കിടയിൽ. ഒരു ആകാശത്തിന്റെ കനം, പിന്നീട് അദ്ദേഹം വിശദീകരിക്കുന്നുണ്ട്, 500 കൊല്ലത്തെ വഴി ദൂരമാണ്. പിന്നെ അടുത്ത ആകാശത്തിലേക്കുള്ള ദൂരം 500 കൊല്ലത്തെ വഴി ദൂരമാണ്. അപ്പൊ ഒരാകാശങ്ങൾ എത്രയുണ്ട്, അതിന്റെ വലുപ്പം എത്രയുണ്ട്, അതിന്റെ അകലം എത്രയുണ്ട്. ആ ആകാശങ്ങളെല്ലാം പിന്നെ ഭൂമികളും ഒരു തട്ടിൽ വെച്ചിട്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് വേറൊരു തട്ടിൽ വെച്ച ലാ ഇലാഹ ഇല്ലല്ലയുടെ തട്ട് താഴ്ന്നു പോകുന്നു. അത്രമേൽ മഹത്വമുള്ളതാണിത്. വേറെ ഹദീസിൽ കാണാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഒരു മനുഷ്യനെ പരലോകത്ത് അല്ലാഹു കൊണ്ടുവരും. എന്നിട്ടോ ആ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ കർമ്മരേഖ കാണിച്ചു കൊടുക്കും. നിങ്ങളെ ഹദീസ് കേട്ടിട്ടുണ്ടാവും. അയാൾ ചെയ്ത തിന്മകളാണ് ആ കർമ്മരേഖയിലുള്ളത്. എന്നിട്ട് ആ തിന്മകളെ സംബന്ധിച്ച് തിന്മ രേഖപ്പെടുത്തിയ അയാളുടെ ആ സിജില്ലത്തിനെ സംബന്ധിച്ച് എന്താ പറഞ്ഞത്? മദ്ദൽ ബസർ എന്നാണ്. കണ്ണെത്താ ദൂരത്തോളം അതിന് വലുപ്പമുണ്ട്. അങ്ങനത്തെ 99 കർമ്മരേഖയാണ്. 1 അല്ല 2 അല്ല 10 അല്ല 99 എത്ര ദൂരമുണ്ട്? കണ്ണെത്താ ദൂരത്തോളം വിശാലമായി കിടക്കുന്ന കർമ്മരേഖ. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളോട് ചോദിക്കുന്നതാണ്, അൻതുൻകിറു മിൻ ഹാദാ ശൈ, ഇതിലേതെങ്കിലും ഈ 99 കർമ്മരേഖയിൽ രേഖപ്പെടുത്തി ഏതെങ്കിലും ഒന്ന് നീ നിഷേധിക്കുന്നുണ്ടോ? നീ ചെയ്തു തന്നെയാണോ? അയാൾ പറയും, ലാ യാ റബ്ബ്, ഒന്നും ഞാൻ നിഷേധിക്കുന്നില്ല, ഇതൊക്കെ ഞാൻ ചെയ്തു വെച്ചതാണ്. അല്ലാഹു വീണ്ടും ചോദിക്കുന്നതാണ്, എന്റെ വഹിയെഴുത്തുകാരായ മലക്കുകൾ നിന്നോട് അക്രമം കാണിച്ചു നീ വിചാരിക്കുന്നുണ്ടോ? തെറ്റായി എന്തെങ്കിലും ഇത് രേഖപ്പെടുത്തിയിട്ടുണ്ടോ? അയാൾ പറയും, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ. അവസാനം എന്തെങ്കിലും ഈ തിന്മകൾ ചെയ്യാൻ നിന്റെ അടുക്ക് എന്തെങ്കിലും കാരണം ബോധിപ്പിക്കാനുണ്ടോ? അയാൾ പറയും, ലാ യാ റബ്ബ്, ഇല്ല റബ്ബേ, ഇതൊക്കെ ഞാൻ ചെയ്തു പോയി, എന്റെ ദുനിയാവിൽ സംഭവിച്ചു. അവിടെ അയാൾ നരകത്തിൽ പോകാൻ ഇങ്ങനെ ഉറച്ചു നിൽക്കുമ്പോ അല്ലാഹു പറയും, ബലാ ഇന്നലക ഇൻദനാ ഹസന, അല്ല നിനക്ക് വേണ്ടി എന്റെ അടുത്തൊരു നന്മയുണ്ട്, നിന്റെ അടുക്കൽ നിനക്ക് വേണ്ടി എന്റെ അടുത്തൊരു നന്മയുണ്ട്. ഫഇന്നഹു ലാ ദുൽമ അലൈക്കൽ യൗം, നിന്നോട് ഇന്ന് ഒരിക്കലും അനീതി കാണിക്കുകയില്ല. ഫതഖ്റുജു ബിതാഖതൻ, അല്ലാഹു ഫതുഖ്റജു ബിതാഖ, അല്ലാഹു ഒരു കാർഡ് പുറത്തെടുക്കുന്നതാണ്, ഒരു ബിതാഖ. അതിലെന്താ എഴുതിയിട്ടുള്ളതെന്നറിയോ? ലാ ഇലാഹ ഇല്ലല്ലാഹ്. കണ്ണെത്താ ദൂരത്തോളം വലുപ്പമുള്ള 99 തിന്മകൾ രേഖപ്പെടുത്തിയ കർമ്മരേഖ ഒരു തട്ടിലും ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് മറ്റേ തട്ടിലും വെക്കുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ ഭാരം കൂടും. അല്ലാഹു അയാളോട് പറയും, ഉദ്ഖുലിൽ ജന്ന, നീ സ്വർഗ്ഗത്തിലേക്ക് പോയിക്കോ എന്ന് പറയുന്നു. സുഹൃത്തുക്കളെ, എല്ലാ മനുഷ്യർക്കും കിട്ടുന്ന സംഗതിയുള്ളത്. ചില ആളുകൾക്ക് അള്ളാഹു അവരുടെ തെറ്റുകളെ നിരുപാധികം അഫു ചെയ്തു കൊടുക്കും. അള്ളാഹു അങ്ങനെയുള്ളവരിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ പറയുന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം എത്രമേലുണ്ട്. നൂഹ് അലൈഹിസ്സലാത്തു വസ്സലാം ആ കാര്യമാണ് തന്റെ മകന് 1ാമത്തെ വസിയ്യത്തായി നൽകിയത്. 2ാമത്തെ വസിയ്യത്ത്, ഉസീക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, അമുറുക ബിസുബ്ഹാനല്ലാഹി വബിഹംദിഹി, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നത് നീ സ്ഥിരമായി ചൊല്ലുക. അതാണ് 2ാമത്തെ നൂഹ് അലൈഹിസ്സലാമയുടെ വസിയ്യത്ത്. നിങ്ങൾ നോക്കി, അദ്ദേഹം സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നതിന് ഒരു വിശദീകരണം പറഞ്ഞു. എന്താണ് ആ വിശദീകരണം?
ലാ ഇലാഹ ഇല്ലല്ലാഹ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പറഞ്ഞാൽ അത് ലോകത്തെ എല്ലാ ഫഇന്നഹാ സ്വലാത്തു കുല്ലി ഷൈഇൻ വബിഹാ യുർസഖു കുല്ലി ഷൈ. ലോകത്തെ എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും നമസ്കാരമാണത്. വേറെ റിവായത്തിൽ ലോകത്തെ എല്ലാ സൃഷ്ടിചരാചരങ്ങളുടെയും തസ്ബീഹാണത്. ആകാശത്തിനൊരു തസ്ബീഹുണ്ട്, ഒരു നമസ്കാരമുണ്ട്. ഭൂമിക്കൊരു തസ്ബീഹുണ്ട്. നമ്മൾ അചേതനമെന്ന് കരുതുന്ന, ജീവനില്ലാത്തതെന്ന് വിചാരിക്കുന്ന, വിശ്വസിക്കുന്ന കല്ലിനും മരത്തിനും ഭൂമിയിലെ എല്ലാ വസ്തുക്കൾക്കും ഒരു തസ്ബീഹുണ്ട്. ആ തസ്ബീഹ് എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ആ തസ്ബീഹിനെ സംബന്ധിച്ച് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന വാചകം നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. യുസബ്ബിഹു ലഹുസ് സമാവാതു സബഅ വൽ അർദു വമൻ ഫീഹിന്ന വഇൻ മിൻ ഷൈഇൻ ഇല്ലാ യുസബ്ബിഹു ബിഹംദിഹി വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. ഈ ലോകത്ത് ആകാശങ്ങളും ഭൂമിയും പ്രപഞ്ചത്തിലെ എല്ലാ വസ്തുക്കളും അല്ലാഹുവിന് തസ്ബീഹ് ചൊല്ലിക്കൊണ്ടിരിക്കുന്നു. സൂറത്ത് ഇസ്രായിലെ 44-ാമത്തെ ആയത്ത്. വലാകിൻ ലാ തഫ്ഖഹൂന തസ്ബീഹഹും. പക്ഷെ അതിന്റെ തസ്ബീഹ് നിങ്ങൾക്ക് മനസ്സിലാകുന്നില്ല, നിങ്ങൾക്ക് കേൾക്കാൻ കഴിയുന്നില്ല, നിങ്ങൾ അറിയുന്നില്ല. നമ്മുടെ കൺമുന്നിൽ കാണുന്നതിനെല്ലാം ഒരു തസ്ബീഹുണ്ട് എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നത്. മലക്കുകളുടെ തസ്ബീഹുകളെ കുറിച്ച് നമ്മൾ പറഞ്ഞു. അല്ലാഹു മലക്കുകൾക്ക് ഒരു തസ്ബീഹ് തെരഞ്ഞെടുത്തു കൊടുത്തു. അല്ലാഹു മലക്കുകൾക്ക് തെരഞ്ഞെടുത്തു കൊടുത്ത തസ്ബീഹ് ഏതാ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അത് ജീവിതത്തിൽ പാലിക്കുക. ഞാൻ സുഹൃത്തുക്കളെ, നൂഹ് നബിയുടെ വസിയ്യത്ത് നമ്മൾ പഠിക്കുമ്പോ കേൾക്കുമ്പോ നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്താ? ഇന്നത്തെ ഒരു ജുമാ ഖുത്ബയിൽ നമ്മൾ കേട്ട് ഈ പള്ളിയിൽ വന്നിരുന്ന് ഇന്നത്തോടുകൂടി നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ശീലമാക്കേണ്ട ഒരു സംഗതി എന്താ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി. സുബ്ഹാനല്ലാഹി വബിഹംദിഹി. ഒരു തസ്ബീഹും ഒരു ഹംദും അതിനകത്തുണ്ട്. അറിയോ? സുബ്ഹാനല്ലാഹ് തംലഉൽ മീസാൻ എന്നാണ് ഹദീസ്. സുബ്ഹാനല്ലാഹ് മീസാനിനെ നിറക്കും. അൽഹംദുലില്ലയെ കുറിച്ച് പ്രവാചകൻ പറഞ്ഞു, വൽഹംദുലില്ലാഹ് തംലഉൽ മീസാൻ. അൽഹംദുലില്ലാഹ് മീസാനിനെ നിറക്കും. നാളെ പരലോകത്ത് മനുഷ്യന്റെ നന്മ തിന്മകൾ തൂക്കുമ്പോ ആ നന്മയുടെ തട്ടിന് നിറക്കാൻ സുബ്ഹാനല്ലാഹ്ക്ക് കഴിയും, അൽഹംദുലില്ലയ്ക്ക് കഴിയും. വേറെ റിവായത്തിൽ കാണാം, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് തംലആനി മാ ബൈനസ് സമാഇ വൽ അർദ്. സുബ്ഹാനല്ലാഹും അൽഹംദുലില്ലയും ആകാശഭൂമികൾക്കിടയിൽ എത്ര ഇടമുണ്ടോ അത് മുഴുവൻ നിറക്കുമെന്നാണ്. അത്ര മഹത്വമേറിയ, അത്ര വലിയ രണ്ട് ദിക്റുകളാണ് അല്ലേ? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരാൾ പ്രഭാതത്തിൽ 100 തവണ ചൊല്ലിയാൽ, സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന് പ്രദോഷത്തിൽ വൈകുന്നേരം ഒരാൾ 100 തവണ ചൊല്ലിയാൽ എന്താണ്? അയാളുടെ ചെറുദോഷങ്ങളെല്ലാം അല്ലാഹു പുറത്തു കൊടുക്കും. അത് കടലിലെ നുരയോളമുണ്ടെങ്കിൽ പോലും നമ്മുടെ തെറ്റുകുറ്റങ്ങൾ പുറത്തു കിട്ടാനുള്ള വലിയൊരു വഴിയായി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചെന്ന ദിക്ർ കൂടിയാണ് സുബ്ഹാനല്ലാഹി വബിഹംദിഹി. അപ്പൊ നൂഹ് അലൈഹിസ്സലാം 2 കാര്യങ്ങൾ കൽപ്പിച്ചുകൊണ്ട് തന്റെ മകന് നൽകിയ വസിയത്ത്, ഒന്ന് ലാ ഇലാഹ ഇല്ലല്ലാഹയാണ്, 2 സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നാണ്. ഇത് നോക്കൂ, പിന്നെ നൂഹ് അലൈഹിസ്സലാം എന്താ പറഞ്ഞത്? ഇന്നി അൻഹാക അൻ ഇസ്നതൈൻ. വസിയത്തായിട്ട് തന്നെ മകനെ പഠിപ്പിക്കാണ്, മോനെ ഞാൻ 2 കാര്യങ്ങൾ നിനക്ക് നിരോധിക്കുന്നു. ഒന്ന് എന്താണ്? അനിശ്ശിർക്ക് ബില്ലാഹ്, ശിർക്ക് ചെയ്യാതിരിക്കുക. ശിർക്ക് നിന്റെ ജീവിതത്തിൽ ഉണ്ടാകരുത്. നമ്മൾ ഏറ്റവും അധികം ഭയപ്പെടേണ്ട തിന്മ ഏതാണ്? ശിർക്കാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വിശ്വാസിയിലേക്ക് ശിർക്ക് കടന്നു വരുമോ? വിശ്വാസികളിലേക്കും ശിർക്ക് കടന്നു വരും. നമ്മൾ സൂക്ഷിക്കണം അല്ലേ? ലോകത്ത് ആദ്യം ആരാണ്ടായത്? ആദം നബിയാണ്. ആദം നബിയുടെ മക്കളാണ് ലോകത്ത് പിന്നീട് ഉണ്ടായത്. ഒരു പ്രവാചകനും പ്രവാചകന്റെ സന്താന പരമ്പരകളുമാണ്. പിന്നീട് നൂഹ് നബി വന്നത് എന്തിനാ? ആദം നബിയുടെ 10ാം തലമുറയിലാണ് നൂഹ് അലൈഹിസ്സലാം വരുന്നത്. 10ാമത്തെ തലമുറ ആയപ്പോഴേക്ക് അവിടെ വിഗ്രഹാരാധകരുണ്ടായി. ആദം നബിയുടെ മക്കളിൽ വിഗ്രഹാരാധകരുണ്ടായി. നൂഹ് അലൈഹിസ്സലാം ദഅവ നടത്തി. 950 കൊല്ലം ദഅവത്ത് നടത്തി. കുറച്ച് ആൾക്കാരാ വിശ്വസിച്ചത്. ചില റിവായത്തുകൾ ചരിത്രകാരന്മാർ പറയുന്നത് 8 ആളാണ് വിശ്വസിച്ചത്. ചില പണ്ഡിതന്മാർ പറയുന്നത് 12 ആളാണ്. കൂടിയ എണ്ണ എത്രയെന്നറിയോ? 80 ആളുകൾ. 80 ആളുകൾ 950 കൊല്ലം ദഅവത്തു ഖൗമി ലൈലം വനഹാറ, രാവും പകലുമില്ലാതെ ക്ഷണിച്ചിട്ട് വിശ്വസിച്ചത്. അങ്ങനെ ശത്രുക്കൾ അല്ലാഹു പ്രളയത്തിൽ നശിപ്പിച്ചു.
നൂഹ് നബിയും വിശ്വാസികളും കപ്പലിൽ കയറി ജൂദി പർവ്വതത്തിൽ കപ്പൽ നങ്കൂരമിട്ടു. ജൂദി പർവ്വതത്തിന്റെ പർവ്വതത്തിൽ നിന്ന് പിന്നീട് അതിന്റെ അവശിഷ്ടങ്ങൾ കണ്ടെടുക്കപ്പെടുകയുണ്ടായി. എന്നിട്ടോ നൂഹ് അലൈഹിസ്സലാമും വിശ്വാസികളും മാത്രം ലോകത്ത് നിലനിന്നു. പക്ഷെ പിന്നീട് സ്വാലിഹ് നബി വന്നു. എന്തുകൊണ്ട്? പിന്നീട് ഹൂദ് അലൈഹിസ്സലാം വന്നു. എന്തുകൊണ്ട്? പിന്നീട് യാക്കൂബ് നബി ഉണ്ടായി. ഒരുപാട് പ്രവാചകന്മാർ കടന്നു. 100,000 ഓരോ പ്രവാചകന്റെയും കുറച്ച് കാലം കഴിയുമ്പോ ശിർക്ക് അവരിലേക്ക് കടന്നു വന്നു, കുഫ്ർ അവരിലേക്ക് കടന്നു വന്നു. പ്രവാചകൻ പറഞ്ഞു, ഇന്ന ശിർക അഖ്ഫാ മിൻ ദബീബിൻ നംല. ഒരു ഉറുമ്പ് അരിച്ചു വരുന്നതിനേക്കാൾ രഹസ്യമായി എന്റെ വിശ്വാസി സമൂഹത്തിലേക്ക് ശിർക്ക് കടന്നു വരുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് അത് ഏറ്റവും വലിയ പാപമാണ്. ലോകത്ത് ഒരു മനുഷ്യൻ ചെയ്യുന്ന ഏറ്റവും വലിയ തിന്മേത ഒരു മനുഷ്യനെ കൊല്ലലാണോ? മനുഷ്യനെ കൊല്ലുന്നത് വലിയ തിന്മയാണ്. ഒരാളെ കൊന്ന ഇന്ന് ലോകത്ത് ജീവിച്ചിരിക്കുന്ന 800 കോടി മനുഷ്യരെ കൊന്നതിന് തുല്യമാണ്. മൻ ഖതല നഫ്സൻ ബിഗൈരി നഫ്സിൻ ഔ ഫസാദിൻ ഫിൽ അർളി കഅന്നമാ ഖതല അന്നാസ ജമീഅ. എന്നാൽ സുഹൃത്തുക്കളെ, 100 ആളെ കൊല്ലുന്നതിനേക്കാൾ 1000 ആളെ കൊല്ലുന്നതിനേക്കാൾ വലിയ തിന്മയാണ് അല്ലാഹുവിന്റെ അവകാശത്തിൽ കളങ്കം വരുത്തൽ. 100 ആളെ കൊന്ന ആൾക്ക് അല്ലാഹ് പുറത്തു കൊടുത്തു. പ്രവാചകൻ പഠിപ്പിച്ചു, എന്നാൽ ഇന്നല്ലാഹ ലാ യഗ്ഫിറു അയ്യുശ്റക ബിഹി വയഗ്ഫിറു മാ ദൂന ദാലിക ലിമൻ യശാ. അല്ലാഹു എല്ലാ പാപങ്ങളും നിരുപാധികം പുറത്തു കൊടുക്കും, അവൻ ഉദ്ദേശിച്ചവർക്ക് ശിർക്ക് ഒഴികെ. നല്ലോണം തൗബ ചെയ്ത് മടങ്ങി പിന്നെ അതിലേക്ക് തിരിച്ചു പോകാതിരുന്നാൽ മാത്രമേ ശിർക്ക് അല്ലാഹ് പുറത്തുതരുള്ളൂ. ശിർക്ക് പൊറുക്കാത്ത പാപമാണ്. പിന്നെയോ ശിർക്കിനെ സംബന്ധിച്ചിടത്തോളം സ്വർഗം ഹറാമാക്കുന്ന തിന്മയാണ്. ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ് ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന. ഏത് തെറ്റു ചെയ്താലും ഒരു ശിർക്കില്ലാത്തൊരു മനുഷ്യനാണെങ്കിൽ നരകത്തിലെ അയാളുടെ ശിക്ഷ കഴിഞ്ഞ പടച്ചോൻ അല്ലാഹു അയാളെ നരകത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരുന്നു. ലാ ഇലാഹ, പിന്നെ ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, അവസാനം അല്ലാഹു നരകത്തിന്റെ കാവൽക്കാരോട് പറയുന്നതാണ്, ഇനി ലാ ഇലാഹ ഇല്ലല്ലാഹ് പ്രഖ്യാപിച്ച ആരെങ്കിലും അതിലുണ്ടെങ്കിൽ അവരെ പുറത്തെടുക്കൂ. നരകത്തിന്റെ കാവൽക്കാര ആ ശിർക്കില്ലാത്ത മനുഷ്യന്മാരാണ് പുറത്തെടുക്കുന്നത്. അപ്പോ അവരുടെ ശരീരം കറുത്തു പുകഞ്ഞിട്ടുണ്ടാകും. പരലോകത്തൊരു നെഹ്റുൽ ഹയയുണ്ട്. അള്ളാഹു അവരെ നെഹ്റുൽ ഹയയിൽ കുളിപ്പിച്ചെടുക്കും. അപ്പോൾ അവരുടെ ശരീരം സൗന്ദര്യമുള്ളതാകും. പ്രവാചകൻ അതിനൊരു ഉദാഹരണത്തിലൂടെ പഠിപ്പിച്ചു തന്നു. അത് കമാ തംബുതുൽ ഹിബ്ബതു ഫീ ജാനിബിസ് സൈൽ. വെള്ളമൊഴുകുന്ന ചാലിന്റെ ഓരത്ത് ഒരു വിത്ത് മുളച്ചു വരുന്നത് പോലെ അവർ സുന്ദരന്മാരും സുന്ദരികളുമായി പുറത്തു വരും. അലം തറ അന്നഹാ മുൽതവിയതൻ സഫ്ര. നിങ്ങൾ കണ്ടിട്ടില്ലേ? ഇളം മഞ്ഞ നിറത്തിൽ പരസ്പരം പറ്റിപ്പിടിച്ച ദളങ്ങളോടുകൂടി വിത്ത് ചാലിന്റെ വെള്ളമൊഴുകുന്ന വഴികളുടെ ഓരത്ത് മുളച്ചു പോകും. അതുപോലെ അവരെ സ്വർഗത്തിലേക്ക് പ്രവേശിപ്പിക്കും. എന്നാൽ സുഹൃത്തുക്കളെ, ശിർക്ക് സംഭവിച്ചാൽ അവൻ അനന്തമായി അനശ്വരമായി മരണമില്ലാതെ നരകത്തിൽ കടക്കേണ്ടി വരുമെന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു വിശുദ്ധ ഖുർആനിന്റെ അധ്യാപനങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. മനുഷ്യൻ ചെയ്യുന്ന എല്ലാ പാപങ്ങളെയും തകർത്തു കളയാൻ ശിർക്ക് കാരണക്കാരനാകും. 1000 പാവങ്ങൾക്ക് ഭക്ഷണം കൊടുക്കുന്നവൻ, ഒരുപാട് അനാഥകളെ പരിപാലിക്കുന്നവൻ, നാട്ടില് വലിയ സാമൂഹ്യ സേവനത്തിന് പേരുകേട്ടയാൾ, എല്ലാവിധ നന്മകളിലുമുണ്ട്, നല്ല സൽസ്വഭാവത്തിന്റെ ഉടമ, എല്ലാ രാവിലും സുദീർഘമായി നിന്ന് തഹജ്ജുദ് നമസ്കരിക്കുന്നവൻ, 5 നേരത്തെ നമസ്കാരം എപ്പോഴും ജമാഅത്തായി നിർവഹിക്കുന്നവൻ, ഒരുപാട് സദഖ നിർവഹിക്കുന്നവൻ. പക്ഷേ ശിർക്ക് വന്നാൽ അല്ലാഹുവിനോടുള്ള പ്രാഥമികമായ അല്ലാഹുവിന്റെ അവകാശത്തിൽ കളങ്കം സംഭവിച്ചാൽ എന്താ സംഭവിക്കുക? ഖദിംനാ ഇലാ മാ അമിലു മിൻ അമലിൻ ഫജഅൽനാഹു ഹബാഅൻ മൻസൂറാ. അവൻ ചെയ്ത കർമ്മങ്ങളിലേക്ക് ഞാൻ ഇറങ്ങി വരും, എന്നിട്ട് അതിനെ ധൂളികളാക്കി പറത്തിക്കളയുമെന്നാണ്. സുഹൃത്തുക്കളെ, ശിർക്ക് വരാതിരിക്കാൻ നമ്മൾ സൂക്ഷിക്കണം. ശിർക്കുകളിൽ നിന്ന് വിട്ടുനിൽക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മൻ അല്ലഖ തമീമതൻ ഫഖദ് അശ്റക. ഏലസ് കെട്ടിയവൻ ശിർക്ക് ചെയ്തു. പ്രവാചകന്റെ ഹദീസാണ്. മൻ ലഅനല്ലാഹു മൻ ദബഹ ലിഗൈരില്ലാ. അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ബലിയറുത്തവൻ, മരിച്ചുപോയ പുണ്യാത്മാക്കൾക്ക് വേണ്ടി, വിഗ്രഹങ്ങൾക്ക് വേണ്ടി, കല്ലുകൾക്ക് വേണ്ടി, ആരാധ്യ പുരുഷന്മാർക്ക് വേണ്ടി, വലിയമാർക്ക് വേണ്ടി
ബലിയറുത്താൽ അല്ലാഹുവിനെ ശപിച്ചു. ദബഹ് അല്ലാഹു അല്ലാത്തവർക്ക് കൊടുക്കുന്നത് ശിർക്കാണ് എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചു. മൻ ഹലഫ ബിഗൈരില്ലാഹ് ഫഖദ് അശ്റക. അല്ലാഹു അല്ലാത്തവരെ പിടിച്ച് സത്യം ചെയ്താൽ അവൻ ശിർക്ക് ചെയ്തു. പ്രവാചകന്റെ നേരിട്ടുള്ള പരാമർശമാണ്. അല്ലാഹുവാണേ സത്യം, വല്ലാഹി എന്ന് മാത്രമേ ഒരു വിശ്വാസിക്ക് പ്രയോഗിക്കാൻ പാടുള്ളൂ. എന്റെ മക്കളാണേ സത്യം പറയാൻ പാടില്ല. എന്റെ ഉമ്മയാണേ സത്യം, എന്റെ മലക്കുകളാണേ സത്യം, ആ പള്ളിയാണേ സത്യം, കഅബയാണേ സത്യം. ശിർക്കിന്റെ വാചകങ്ങളായി പഠിപ്പിക്കപ്പെട്ട വാചകങ്ങളാണത്. പ്രാർത്ഥന ഇബാദത്താണ്. അല്ലാഹു അല്ലാത്തവരിലേക്ക് ഉയരാൻ പാടില്ല. ഒരു ഇബാദത്തും അതിന്റെ ഒരംശവും അല്ലാഹുവിന്റെ ഒരു കഴിവ്, അല്ലാഹുവിന്റെ ഒരു വിശേഷണം, ഞാൻ എവിടെ നിന്ന് വിളിച്ചാലും കേൾക്കാൻ കഴിയുള്ളവൻ ആരാണ്? അല്ലാഹു മാത്രമാണ്. അതേതെങ്കിലും ഒരു വിഗ്രഹത്തിനു കഴിയും, ഒരു പുണ്യാത്മാവിന് കഴിയും, ഒരു മരിച്ചുപോയ മഹാന് കഴിയുമെന്ന് വിശ്വസിച്ചാൽ അല്ലാഹുവിന്റെ കഴിവിൽ പങ്കു ചേർക്കലാണ്, ശിർക്കാണ്. നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരാതിരിക്കാൻ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആ നിലക്കുള്ള ജീവിതത്തിന് അല്ലാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. സ്നേഹം നിറഞ്ഞ വിശ്വാസിനികളെ, അല്ലാഹുവെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാനുള്ളത്. നമ്മുടെ ഇന്നത്തെ കളക്ഷൻ പള്ളിയുടെ പരിപാലനത്തിലേക്കുള്ളതാണ്. എല്ലാവരും മനസ്സറിഞ്ഞ് ആ വിഷയത്തിൽ നമ്മുടെ സദഖകൾ നൽകണമെന്ന് ഓർമ്മപ്പെടുത്തുന്നു. രണ്ടാമത്തേത്, ഇൻഷാ അല്ലാഹ് അടുത്ത വ്യാഴാഴ്ച കാരക്കാട് കൊള്ളിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് നമ്മളൊരു ദഅവാ പ്രോഗ്രാം സംഘടിപ്പിച്ചിട്ടുണ്ട്. കഴിയുന്ന ആളുകളെല്ലാം അതിൽ പങ്കെടുക്കണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. നമ്മുടെ മദ്രസയുടെ ഒരു കാര്യം കഴിഞ്ഞ ആഴ്ച നമ്മൾ പറഞ്ഞിരുന്നു. മദ്രസയിലേക്ക് അഡ്മിഷൻ എടുത്തുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾ 1 മുതൽ 8 വരെയുള്ള ക്ലാസ്സിലെ കുട്ടികൾക്ക്. അപ്പോൾ അഡ്മിഷൻ ആവശ്യമുണ്ടെങ്കിൽ ഇവിടെ പുറത്ത് ഫോം കിട്ടും, അത് വാങ്ങിയിട്ട് പോകാം, കുട്ടികളെ കൊണ്ടുവന്ന് ചേർക്കാം. അപ്പം അതിൻ്റെ ഒരു സമയമായി. നമ്മൾ പറഞ്ഞു വന്നത് നോഹ അലൈഹിസ്സലാമയുടെ വസീയത്തിനെ കുറിച്ചാണ്. നോഹ നബിയുടെ വസീയത്ത് പ്രവാചകൻ പറഞ്ഞു. നൂഹ് അലൈഹിസ്സലാം ഇങ്ങനെ തന്റെ മകനോട് മരണസമയത്ത് പറയുകയുണ്ടായി. എന്താണ് നോഹ നബി പറഞ്ഞത്? ആമുറുക ബിഇസ്നതൈൻ, 2 കാര്യങ്ങൾ കൊണ്ട് ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. വ അൻഹാക അൻ ഇസ്നതൈൻ, 2 കാര്യങ്ങൾ നിരോധിക്കുന്നു. ഒന്നാമത് കൽപ്പിച്ചത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. രണ്ടാമത് കൽപ്പിച്ചത് എന്താണ്? സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്ന ദിക്റാണ്. അത് ഇന്നത്തോടെ നമ്മുടെ ജീവിതത്തിൽ ഒരു ശീലമാക്കാൻ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. മൂന്നാമത് അദ്ദേഹം നിരോധിക്കുകയാണ്. എന്താണ്? 1, ശിർക്ക് ഞാൻ നിനക്ക് നിരോധിക്കുന്നു. അടുത്ത കാര്യം പറഞ്ഞത് കിബറിനെ ഞാൻ നിന്നോട് അനിൽ കിബർ. കിബർ എന്ന് പറഞ്ഞാൽ എന്താണ്? അഹങ്കാരം. അഹങ്കാരത്തെ ഞാൻ നിരോധിക്കുന്നു. ഇത് പറഞ്ഞപ്പോ സ്വഹാബിമാര് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, പ്രവാചകരെ, യാ റസൂലല്ലാഹ് ഹാദാ ശിർക്ക്, ശിർക്ക് എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി. ഖദ് അറഫ്നാഹു ഫമൽ കിബർ, എന്താണ് ഈ അഹങ്കാരം? ഓരോ ചോദ്യങ്ങൾ ചോദിച്ചു. ഹുവ യകൂന ലിഅഹദിനാ ഹുല്ലതൻ യൽബസുഹാ, ഞങ്ങൾക്ക് നല്ല വസ്ത്രമുണ്ട്, നല്ല വസ്ത്രം ധരിക്കലാണോ അഹങ്കാരം? ഖാല, പ്രവാചകൻ പറഞ്ഞു, ലാ, അല്ല. ഖാല ഫഹുവ യകൂന ലിഅഹദിനാ നഅലാനി ഹസനതാനി ലഹുമാ ശിറാകാനി ഹസനാൻ, നല്ല ചെരുപ്പുകളുണ്ട്, അതിന് നല്ല വാറുകളുണ്ട്. അതൊക്കെ അന്നത്തെ പ്രവാചകന്റെ കാലഘട്ടത്തിലെ വലിയ സമ്പത്താണ്. അതാണോ അഹങ്കാരം എന്ന് പറയുന്നത്? ഖാല ലാ, പ്രവാചകൻ പറഞ്ഞു അതല്ല. വീണ്ടും ചോദിച്ചു, ഫഹുവ യകൂന ലിഅഹദിനാ ദാബത്തുൻ യർകബുഹാ, ഞങ്ങൾക്ക് നല്ല വാഹനമുണ്ട് കയറാൻ. അതാണോ പ്രവാചകരെ അഹങ്കാരം? ഒരു നല്ല വാഹനം ഒരാൾക്ക് ഉണ്ടാകലാണോ? അപ്പോ പ്രവാചകൻ പറഞ്ഞു ലാ, അല്ല. വീണ്ടും അവർ ചോദിച്ചു, അയ്യകൂന ലിഅഹദിനാ അസ്ഹാബുൻ യജ്ലിസൂന ഇലൈഹി, ഒരാളുടെ കൂടെ എപ്പോഴും കുറെ പരിവാരമുണ്ടാകും, അയാളുടെ ചുറ്റുമിരിക്കും, അയാൾ ആദരിക്കും. അതാണോ അഹങ്കാരം? നബി പറഞ്ഞു അതുമല്ല അഹങ്കാരം. പിന്നെന്താണ് അഹങ്കാരം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, സഫഹുൽ ഹഖ് വഗംസുൻ നാസ്. വേറെ റിവായത്തിൽ കാണാം, ബതറുൽ ഹഖ് വഗംതുൻ നാസ്, അത് സത്യത്തെ നിരാകരിക്കലും ജനങ്ങളെ അവഗണിക്കലുമാണ്. നല്ല വസ്ത്രം അഹങ്കാരമല്ല, നല്ല വാഹനം അഹങ്കാരമല്ല. പിന്നെ ഒരാളെ കുറെ ആളുകൾ ആദരിക്കുന്നു എന്നുള്ളത്, കൂടെ അനുയായികൾ ഉണ്ടാകുന്നു എന്നുള്ളത് അഹങ്കാരമല്ല. മറിച്ച് സത്യം അത് ബോധ്യപ്പെട്ടാലും അത് ഉൾക്കൊള്ളാൻ ഒരാൾക്ക് സാധിക്കുന്നില്ലെങ്കിൽ, അതിനെ അംഗീകരിക്കാൻ മടിയുണ്ടെങ്കിൽ അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത്.
അയാൾ എത്ര പുഞ്ചിരിച്ച ആളുകളോട് നടന്നാലും, അയാൾ എത്ര ജനങ്ങളുടെ മുന്നിൽ വിനയാന്വിതനായി അഭിനയിച്ചാലും അത് വിനയമല്ല, അത് അഹങ്കാരമാണ്. ഉമർ റളിയല്ലാഹുവിനെ കുറിച്ചൊരു സംഭവം പറയാനുണ്ട്. അതിന്റെ സിഹത്ത് എത്ര ഉണ്ടെന്ന് ഞാൻ പരിശോധിച്ചിട്ടില്ല. ഒരാൾ അദ്ദേഹത്തിന്റെ മുന്നിലൂടെ തലകുനിച്ച് നടന്നുപോയി. അപ്പൊ ചോദിച്ചു, നീ എന്തങ്ങനെ തലകുനിച്ച് നടന്നു പോകുന്നത്? സൂറത്ത് ഫുർഖാനിൽ ആയത്ത് ഓതി കൊടുത്തു, വഇബാദുർ റഹ്മാനില്ലദീന യംശൂന അലൽ അർളി ഹൗന. അള്ളാന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയത്തോടെയാണ് നടക്കുക എന്ന് ഖുർആൻ പറഞ്ഞില്ലേ? ഉമർ റളിയല്ലാഹു ഒരു അടി കൊടുത്തു, എന്നിട്ട് പറഞ്ഞു, നേരെ തല ഉയർത്തിപ്പിടിച്ച് നടക്കുക, അതല്ല വിനയം. തല താഴ്ത്തലല്ല വിനയം. ചിരിച്ചോണ്ട് നടക്കല, ഇതൊന്നും മോശമാണെന്നല്ല പറഞ്ഞു, ഇതൊക്കെ നല്ല കാര്യങ്ങളാണ്. വിനയം എന്താണ്? സത്യത്തെ അംഗീകരിക്കലാണ്. അത് എത്ര വലൗകാനമുറൻ, എത്ര കൈപ്പുള്ളതാണെങ്കിലും, ഏത് ചെറിയ കുട്ടി പറഞ്ഞാലും, എത്ര സാധാരണക്കാരൻ പറഞ്ഞാലും, വഗംതുന്നാസ്, ജനങ്ങളെ അവഗണിക്കല് അഹങ്കാരമാണ്. ജനങ്ങളെ അംഗീകരിക്കൽ, ഉൾക്കൊള്ളലാണ് വിനയം എന്ന് പറയുന്നത്. അല്ലെ, ഒരു പള്ളിയുടെ പ്രസിഡന്റ് ഒരാളായി, ഒരു പള്ളിയുടെ സെക്രട്ടറി ഒരാളായി, ഒരു കൂട്ടായ്മയുടെ ഭാരവാഹി ഒരാളായി, അല്ലെ, ഒരു നാട്ടിലെ ഭരണാധികാരി, ഒരു മെമ്പറായി, ഒരു ചെയർമാനായി, ഒരു പ്രസിഡന്റായി, അല്ലെ, ഒരു സംവിധാനത്തിന്റെ ഉത്തരവാദിത്തപ്പെട്ട ഒരാളായി. അയാൾ ഇന്ന കുടുംബത്തിൽപ്പെട്ട ആളല്ല, എന്നാ പിന്നെ അയാൾ അവഗണിക്കാം. അയാൾ ഇന്റെ അത്ര വിദ്യാഭ്യാസം ഇല്ലാത്തവനാണ്, ഓനക്ക് എന്തിനു പറ്റുമോ ഒന്നേപ്പതായി. ഇതിനാണ് അഹങ്കാരം എന്ന് പറയുന്നത്. പച്ച മലയാളത്തിൽ അഹങ്കാരം ഇതിനാണ് പറയുന്നത്. ഇതാണ് ഇസ്ലാം വിരോധിച്ച അഹങ്കാരം. സുഹൃത്തുക്കളെ, അത് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ പാടില്ല. പിന്നെയോ, മറ്റുള്ളവരിൽ നിന്ന് അനാവശ്യമായി ആദരവ് കൊതിക്കുന്നതിനെ അതിനിശിതമായി ഇസ്ലാം വിമർശിച്ചത് കാണാൻ സാധിക്കും. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കലും ഒരാളും ലം യകുൻ ശഖ്സുൻ അഹബ്ബ ഇലൈഹിം മിൻ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വകാന ഇദാ റഅഹു ലം യഖൂമു ലിമാ യഅലമൂന മിൻ കറാഹിയതിഹി ലിദാലിക്. പ്രവാചകൻ വരുമ്പോൾ ആരും എഴുന്നേൽക്കാറില്ല. എന്താ കാരണം അറിയോ? നബിക്കത് ഇഷ്ടമായിരുന്നില്ല, നബിക്കത് ഇഷ്ടമായിരുന്നില്ല. എന്നാൽ സഅദ് ഇബ്നു മുആദ് റളിയല്ലാഹു അൻഹു ഇസ്ലാം സ്വീകരിച്ചു വരുമ്പോ നബി എല്ലാവരോടും എഴുന്നേൽക്കാൻ പറഞ്ഞു. ഖുമൂ ലി സയ്യിദിക്കും, നിങ്ങളുടെ നേതാവ് നിങ്ങളൊന്ന് എഴുന്നേൽക്കും. അപ്പോ ഒരാളെ കാണുമ്പോൾ എഴുന്നേൽക്കുക എന്നുള്ളത് തെറ്റല്ല, പക്ഷേ നബി അതിനെ വെറുത്തിരുന്നു. പ്രവാചകൻ വേറൊരു കാര്യം കൂടി പറഞ്ഞു. എന്താണത്? മൻ സറഹു അയ്യതമസ്സല ലഹു റിജാലു ഖിയാമൻ ഫല്യതബവ്വ മഖഅദഹു മിനന്നാർ. ആരെങ്കിലും ഒരാൾ ആളുകൾ എന്നെ കാണുമ്പോൾ എഴുന്നേൽക്കുന്നതിൽ ഒരു ആസ്വാദനം കണ്ടെത്തുന്നുണ്ടെങ്കിൽ അവൻ നരകത്തിൽ ഒരു സീറ്റ് ഉറപ്പിക്കട്ടെ എന്നാണ്. നരകത്തിലൊരു ചില ആൾക്കാർക്ക് എന്തെന്നെ ഒരു ബഹുമാനിക്കാൻ ഒരു മടി, ചോദിച്ചു വാങ്ങേണ്ടതല്ല, നമ്മുടെ പെരുമാറ്റം കൊണ്ട് ആൾക്കാർ തരേണ്ടതാണ്. അല്ലെ, എന്താ എഴുന്നേൽക്കാൻ ഒരു മടി? അതൊക്കെ ഈ അഹങ്കാരത്തിന്റെ ഗണത്തിലേക്ക് പ്രവാചകൻ എണ്ണിയതാണ്. നമ്മുടെ സുഹൃത്തുക്കളെ, സത്യമാര് പറഞ്ഞാലും, എത്ര ചെറിയ പ്രായക്കാരനാണെങ്കിലും, ഏത് കുടുംബക്കാരനാണെങ്കിലും, എത്ര വിദ്യാഭ്യാസമില്ലാത്ത ആളാണെങ്കിലും, എത്ര സമ്പത്തില്ലാത്ത ആളാണെങ്കിലും, അത് ഉൾക്കൊള്ളാൻ ഒരു വിശ്വാസിക്ക് കഴിയും, അത് അംഗീകരിക്കാൻ ഒരു വിശ്വാസിക്ക് കഴിയും. ഒരു ഉത്തരവാദിത്വം ഒരാൾ ഏറ്റെടുത്താൽ, ഒരു കാര്യം ഒരാൾ കൈകാര്യം ചെയ്യുമ്പോൾ അയാൾ ഇരിക്കുന്ന പൊസിഷനിൽ ഇരുന്നു കൊണ്ട് അംഗീകരിക്കാൻ ഒരാൾക്ക് കഴിയും. അറിയോ, അബൂബക്കർ റളിയല്ലാഹുവിന്റെ കാലഘട്ടത്തിലാണ് യർമൂക്ക് യുദ്ധം നടക്കുന്നത്. ആ ഒരു പോയിന്റ് കൂടെ പറഞ്ഞ് അവസാനിപ്പിക്കാം. യർമൂക്ക് യുദ്ധത്തിൽ അബൂബക്കർ റളിയല്ലാഹു നിശ്ചയിച്ച സൈന്യാധിപൻ ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹു അൻഹു ആണ്. ആ യുദ്ധം നടന്നുകൊണ്ടിരിക്കെ അബൂബക്കർ റളിയല്ലാഹു വഫാത്തായി. ഉമർ റളിയല്ലാഹു അധികാരം ഏറ്റെടുത്തു. ഖാലിദ് വലീദ് റളിയല്ലാഹുവിന്റെ കൈകളിലൂടെ ഒരുപാട് വിജയങ്ങൾ ഉണ്ടായി. ഒരുപക്ഷെ ഒരു വ്യക്തിയെ അതിമാനുഷ്യത്വം കൽപ്പിക്കുന്നതിനെ ഉമർ റളിയല്ലാഹു വെറുത്തത് കൊണ്ടായിരിക്കാം, ഇഷ്ടപ്പെടാത്തത് കൊണ്ടായിരിക്കാം, ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിനെ സ്ഥാനത്ത് നിന്ന് മാറ്റിക്കൊണ്ട് അബൂ ഉബൈദ ഇബ്നുൽ ജറാഹ് റളിയല്ലാഹുവിനെ നിശ്ചയിച്ചുകൊണ്ട് കത്തയച്ചു. കത്ത് അബൂ ഉബൈദ റളിയല്ലാഹുവിന് കിട്ടി. അദ്ദേഹം അത് മറച്ചു വെച്ച് യുദ്ധം കഴിയുന്നത് വരെ. എനിക്ക് കിട്ടിയപ്പോ വേഗം ചാടി പിടിക്കാന്ന് ചിന്തിച്ചോ? ഇല്ല, അതവിടെ മറച്ചു വെച്ച് യുദ്ധം കഴിഞ്ഞു. ഖാലിദ് ഇബ്നുൽ വലീദ് റളിയല്ലാഹുവിന്റെ കയ്യിൽ പോയിട്ട് കൊടുത്തിട്ട് പറഞ്ഞു, ഖലീഫയുടെ കത്തുണ്ട്. ഖാലിദ് റളിയല്ലാഹു മാറിക്കൊടുത്തു. ഒരു സാധാരണ സൈനികനായി ആ സൈന്യത്തിൽ ഖാലിദ് റളിയല്ലാഹു നിലനിന്നു. ഇതാണ് മുഅ്മിൻ, ഇതാണ് മുഅ്മിൻ. ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നത് നഷ്ടപ്പെടുമ്പോ ഉള്ളിൽ ചൊറിച്ചിലുണ്ടായിട്ടുണ്ടെങ്കിൽ അതിനാണ് കിബർ എന്ന് പറയാം. لا يدخل الجنة من كان في قلبه مثقال حبة من خردل من الكبر. ഉള്ളിൽ ഒരു കടുകുമണിയുടെ അളവ് കിബർ ഉണ്ടെങ്കിൽ അയാൾക്ക് സ്വർഗ്ഗത്ത് പോകാൻ പറ്റൂല എന്ന ഹദീസ്. സ്വർഗ്ഗത്ത് പോകാൻ പറ്റൂല എന്ന ഹദീസ്. ഖാലിദ് റളിയല്ലാഹു അൻഹു അവസാനം തന്റെ മരണക്കിടക്കയിൽ കടന്ന് കരയുന്നുണ്ട്. എന്താ പറഞ്ഞതറിയോ? ഞാൻ എത്ര യുദ്ധത്തിൽ വിജയം കൊയ്തു, എന്നിട്ട് ഇന്നാരും പരിഗണിച്ചില്ലല്ലോ എന്നല്ല. എന്താണ്? അതിനൊക്കെ കൂലി പടച്ചു തരും, പക്ഷെ എനിക്കൊരു യുദ്ധത്തിൽ പോലും രക്തസാക്ഷ്യം കിട്ടിയില്ലല്ലോ. ഒരു യുദ്ധത്തിലേക്കും ഞാൻ ഇറങ്ങിയത് ഷഹീദാകണം എന്ന് ആഗ്രഹിച്ചില്ല, എനിക്ക് കിട്ടിയില്ല. അപ്പൊ അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. അങ്ങയെ എന്താണ് പ്രവാചകൻ വിശേഷിപ്പിച്ചത്? സൈഫുല്ലാഹി മസ്ലൂൽ, അള്ളാഹുവിന്റെ ഊരിപ്പിളിച്ച വാളാണ് ഖാലിദ് എന്നാണ്.
അങ്ങ് രക്തസാക്ഷി, അങ്ങ് മരിച്ചു വീണാൽ, ആളുകളുടെ വെട്ടേറ്റ് വീണാൽ അള്ളാഹുവിന്റെ ഗഡ്ഗം പൊട്ടി എന്ന അവസ്ഥയുണ്ടാകും. അതുകൊണ്ടായിരിക്കാം അങ്ങേക്ക് രക്തസാക്ഷ്യം കിട്ടാതെ പോയത് എന്ന് അദ്ദേഹത്തെ ആശ്വസിപ്പിച്ചു. നാം സുഹൃത്തുക്കളെ, ആ ഒരു മാനസിക നിലവാരത്തിലേക്കാണ് നമ്മൾ ഉയർന്നു വരേണ്ടത്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പ് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന, പ്രാർത്ഥന കൊണ്ട് വസിയ്യത്ത് ചെയ്ത, ഇന്ന് പള്ളിയിലെത്തിയപ്പോ രണ്ടാളുകൾ, രണ്ടുപേർക്ക് ഒരാൾ ഒരു അപകടം സംഭവിച്ച് കിടപ്പിലാണ്, മറ്റൊരാൾ ഒരു ടെസ്റ്റിന് പോവുകയാണ്. ചില പ്രയാസങ്ങളുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ടുപേരുടെയും പ്രയാസങ്ങൾ നീക്കി കൊടുക്കുമാറാകട്ടെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന ആൾക്ക് വളരെ വേഗത്തിൽ അദ്ദേഹത്തിന്റെ മുറിവും മറ്റൊക്കെ സുഖപ്പെട്ട് നമ്മളിലേക്ക് തിരിച്ചു വരാൻ അല്ലാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ടെസ്റ്റിന് പോകുന്ന സഹോദരന് ആശ്വാസകരമായ നല്ല ഒരു റിസൾട്ട് കിട്ടുന്ന ഒരു അവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല രോഗപരിശോധനക്കാണ് പോകുന്നത്. പ്രയാസങ്ങളില്ലാത്ത ഒരു റിസൾട്ട് അല്ലാഹു അദ്ദേഹത്തിന് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മളിൽ നിന്ന് രോഗം കൊണ്ട് മറ്റു പലതരത്തിലുള്ള പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു എല്ലാവർക്കും അവരുടെ പ്രയാസങ്ങൾ നീക്കി കൊടുക്കുകയും രോഗങ്ങൾക്ക് ശമനം നൽകി അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമ്മിൽ നിന്ന് വേർപിരിഞ്ഞു പോയ നമ്മുടെ പ്രിയപ്പെട്ട മാതാപിതാക്കൾ, ആദർശ ബന്ധുക്കൾ, കുടുംബ ബന്ധുക്കൾ, അള്ളാഹു എല്ലാവർക്കും മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി യാ ഖാദിയൽ ഹാജാത്ത്. അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജിർനാ മിനൻ നാർ وأدخلنا الجنة يا رب العالمين. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. اللهم صل على محمد وعلى آله وأصحابه وسلم والحمد لله.